നമസ്കാരം. കുംഭമേളയിലെ വൈറൽ സുന്ദരി മൊണാലിസ ഫോൺസ്ലെ വീണ്ടും വൈറലായിരിക്കുകയാണ്. പക്ഷേ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ നാടകമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ നാടകം തന്നെ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് തത്വമയി ന്യൂസിന് ലഭിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഇവർ എറണാകുളത്തുണ്ട്. 4 ദിവസം മുന്നെയാണ് ഇവർ തിരുവനന്തപുരത്ത് എത്തിയത്. ഇവിടെ സിനിമാ ഷൂട്ടിങ്ങിലായിരുന്നു എറണാകുളത്ത് മട്ടാഞ്ചേരി മാഫിയയും CPIM-ഉം തമ്മിലുള്ള ഒരു രഹസ്യധാരണയുടെ ഭാഗമായിട്ടാണ്. അതായത് ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ തന്നെ മതേതര വോട്ടുകൾ എന്ന് പറയപ്പെടുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് സ്വന്തമാക്കുന്നതിന് എന്തെങ്കിലുമൊക്കെയുള്ള നാടകങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു. അതായത് കുറച്ച് നാളുകളായിട്ട് ഇവർ CPM-ൽ നിന്ന് അകലം പാലിക്കുന്നു എന്നൊരു തോന്നൽ ഇടതുപക്ഷത്തിനുണ്ടോ? തോന്നൽ മാത്രമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊന്നും CPIM-ന് കാര്യമായ രീതിയിലൊരു പിന്തുണ, LDF-ന് കാര്യമായ രീതിയിലൊരു പിന്തുണ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല. അതിൽ തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് സമാഹരിക്കുന്നതിന് CPIM, ഇടതുപക്ഷം, LDF അമ്പേ പരാജയപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു ഇടതുപക്ഷത്തിന് ലഭിച്ചത്. ഒരു ഇലക്ഷൻ അനാലിസിസിൻ്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെ ഇടതുപക്ഷം എങ്ങനെയെങ്കിലും മുസ്ലിം ന്യൂനപക്ഷത്തെ കൂടെ നിർത്തുക, അതോടൊപ്പം തന്നെ തീവ്ര മുസ്ലിങ്ങളെ കൂടെ നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ചില ഗിമിക്കുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു അവസരം ലഭിച്ചത്. അപ്പോൾ അങ്ങനെ മട്ടാഞ്ചേരി മാഫിയ, അന്ന് അവിടെ SDP ഒക്കെ പിടിമുറുക്കി നിൽക്കുന്ന മട്ടാഞ്ചേരി മാഫിയയും ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടാണ് ഇവിടേക്ക് മൊണാലിസ ഫോൺസ്ലെ എന്ന വൈറൽ സുന്ദരി തൻ്റെ കാമുകനായിട്ടുള്ള ഫർമാൻ ഖാനുമായിട്ട് തിരുവനന്തപുരത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ തത്വമയി ന്യൂസിന് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് തത്വമയി ന്യൂസിന് ലഭിക്കുന്നത്. എന്തായാലും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് ഇനിയും തന്നെ ഇതിനകത്ത് തുടർ അന്വേഷണങ്ങളൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സംശയാസ്പദമാണ് വൈറൽ സുന്ദരിയുടെ തിരുവനന്തപുരത്തേക്കുള്ള വരവും. തിരുവനന്തപുരത്ത് നിന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കീഴടങ്ങുകയും പോലീസ് സ്റ്റേഷനിലെത്തിയതിന് ശേഷം തൻ്റെ വീട്ടുകാർ തനിക്കെതിരാണ്, അച്ഛൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല, മഹാരാഷ്ട്ര സ്വദേശിയായ ഫർമാൻ ഖാനൊപ്പമുള്ള ഒരു ജീവിതത്തിന് തൻ്റെ അച്ഛൻ സമ്മതിക്കില്ല, മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ അച്ഛന് അല്ലെങ്കിൽ അവിടങ്ങളിലൊന്നും താൻ സുരക്ഷിതയല്ല എന്ന രീതിയിൽ മൊണാലിസ പറയുന്നതും. ജയ്സിംഗ് ഫോൺസ്ലെയാണ് മൊണാലിസ ഫോൺസ്ലെയുടെ അച്ഛൻ. ഈ അച്ഛൻ ഒരു കാരണവശാലും മകളെ മറ്റൊരു മതത്തിൽപ്പെട്ട ആളിന് വിവാഹം ചെയ്തു കൊടുക്കില്ല, അതുകൊണ്ടാണ് കേരളത്തിൽ എത്തിയത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും അത്ര വിശ്വസനീയമായ കാര്യമല്ല. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത ഈ രീതിയിലാണ് എന്നുള്ളതാണ് പൊതുവിൽ സംശയങ്ങൾ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കേണ്ടതാണ്. കാരണം ആൾക്കാരുടെ ജീവിതം വച്ചിട്ടല്ല ഇലക്ഷനെ സമീപിക്കേണ്ടതും. ഇങ്ങനെ ഒരു PR നാടകം കുറച്ച് ദിവസം കൊണ്ട് പല PR നാടകങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ തന്നെ കാശ് ഒരു വൃദ്ധനായ മനുഷ്യനിൽ നിന്ന് കാശ് ഗോവിന്ദൻ മാസ്റ്റർ ഏറ്റുവാങ്ങുകയും പിന്നീട് ഏറ്റുവാങ്ങിയതിന് ശേഷം മടക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തു. കാരണം പെൻഷൻ തനിക്ക് തന്നത്, പെൻഷൻ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്കാണ് എൻ്റെ സംഭാവന എന്ന് പറഞ്ഞുകൊണ്ടൊരു വൃദ്ധനായ മനുഷ്യൻ ഗോവിന്ദൻ മാസ്റ്ററിന് പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആ സാഹചര്യം പിന്നീട് ഷൂട്ട് ചെയ്ത് CPM-ൻ്റെ തന്നെ ഈ PR ടീം, സൈബർ ടീം വളരെ വലിയ രീതിയിലുള്ള വ്യാപകമായി സോഷ്യൽ മീഡിയകൾ പ്രചരിപ്പിക്കുകയുണ്ടായി. പിന്നെ തൊട്ടടുത്ത ദിവസമാണ് അറിയുന്നത് ഈ വൃദ്ധനായ മനുഷ്യനെ കൊണ്ട് മനഃപൂർവ്വം തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഇത് എന്നൊക്കെ. പിന്നീട് വീണ്ടും ഈ PR ടീം അദ്ദേഹത്തിനെ സമീപിക്കുകയും പറഞ്ഞത് വീണ്ടും മാറ്റി പറയാൻ വേണ്ടിയിട്ട് പറയുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ PR ടീം എങ്ങനെയെങ്കിലും ഒരു ഇടതുപക്ഷത്തിൻ്റെ തുടർ ഭരണത്തിന് വേണ്ടിയിട്ട് പല നാടകങ്ങൾ കളിക്കുകയാണ്. ആ നാടകത്തിൻ്റെ കൂട്ടത്തിലാണ് പൊടുന്നനെ ഇത്തരത്തിലുള്ളൊരു സംഭവം ഇവർക്ക് വീണ് കിട്ടിയത്. ആ വീണ് കിട്ടിയ സംഭവം ഉപയോഗിക്കുകയാണ്. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതം തന്നെ തകർന്നു പോകും. യഥാർത്ഥത്തിൽ വളരെ നല്ലൊരു വ്യക്തിയാണോ ഈ ഫർമാൻ ഖാൻ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ലവ് ജിഹാദിൻ്റെ അടുത്തൊരു ഇരയായി മാറും. തിരുവനന്തപുരത്തെ അരുമാനൂരുള്ള ക്ഷേത്രത്തിൽ വച്ചിട്ടാണ്
ഈ മൊണാലിസ വിവാഹം കഴിക്കുന്നത്, അവിടെയും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ് എത്തിയത്. ഇത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തി കൊടുക്കുന്നത് തന്നെ മറ്റൊരു നാടകത്തിൻ്റെ ഭാഗമാണ്. കാരണം ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം കൂടി ഇടതുപക്ഷം ഇനി എടുക്കേണ്ടി വരില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.